നമസ്കാരം സുഹൃത്തുക്കളെ, യാത്രാ സ്നേഹിയുടെ പുതിയൊരു ഇൻഫർമേഷൻ അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസ് അപ്ഡേറ്റ്സുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് ന്യൂസുകളാണ് നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വിവരങ്ങളെല്ലാം ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങൾ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരിലേക്ക് ഇത് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പം ആദ്യം പറയാൻ പോകുന്നത് അങ്കണവാടികളിൽ CCTV നിർബന്ധമാക്കണം അല്ലെങ്കിൽ വയ്ക്കണം എന്നൊരു വാർത്തയാണ്. അതുകൂടാതെ നമ്മുടെ ഓണവുമായി ബന്ധപ്പെട്ട ഒരുപാട് ന്യൂസുകൾ ഇന്ന് വന്നിട്ടുണ്ട്, കുറേ അപ്ഡേറ്റ്സുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതും നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ന്യൂസ് അപ്ഡേറ്റ്സ് ഒന്ന് നോക്കാം. അങ്കണവാടികളിൽ CCTV വേണം എന്ന് വനിതാ ശിശുക്ഷേമ വകുപ്പ്. ആലപ്പുഴയിൽ നിന്നാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അങ്കണവാടികളിൽ CCTV ക്യാമറകൾ സ്ഥാപിക്കണമെന്ന് വനിതാ ശിശുക്ഷേമ വകുപ്പ് സർക്കാരിന് ശുപാർശ നൽകി. സാമൂഹിക പ്രവർത്തകനായ ചന്ദ്രദാസ് കേശവപിള്ളയുടെ ഇടപെടലിനെ തുടർന്നാണിത്. അങ്കണവാടികൾ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കീഴിലായതിനാൽ അതത് തദ്ദേശ സ്ഥാപനങ്ങൾ അവിടെ CCTV സ്ഥാപിക്കണമെന്നാണ് ശുപാർശ ചെയ്തിരിക്കുന്നത്. കൊച്ചി പാലാരിവട്ടത്തെ ഡേ കെയർ കേന്ദ്രത്തിൽ കഴിഞ്ഞ വർഷം 1.5 വയസ്സുള്ള കുട്ടിയെ സ്ഥാപന ഉടമ ക്രൂരമായി മർദ്ദിച്ച സംഭവം, അതുപോലെ തിരുവനന്തപുരം നേമത്ത് 2 വയസ്സുള്ള കുട്ടി ആയമാരുടെ കണ്ണിൽപ്പെടാതെ 2 കിലോമീറ്റർ അകലെയുള്ള വീട്ടിലേക്ക് ഓടിപ്പോയ സംഭവം, പിണറായിയിലെ അങ്കണവാടിയിൽ സംസാര വൈകല്യമുള്ള കുട്ടിക്ക് ചൂട് കൂടിയ പാൽ നൽകിയ സംഭവം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ചന്ദ്രദാസിന്റെ ശുപാർശ. അങ്കണവാടികളും ബാലവിഹാര കേന്ദ്രങ്ങളും കിഡ്സ് സെന്ററുകളും CCTV ക്യാമറ നിരീക്ഷണത്തിലാക്കണമെന്നും ഓരോ കുട്ടിയുടെയും രക്ഷിതാവിന്റെ മൊബൈൽ ഫോണുമായി CCTV ബന്ധിപ്പിക്കണമെന്നും ചന്ദ്രദാസ് നിർദ്ദേശിച്ചിരുന്നു. കിഡ്സ് സെന്ററുകൾ വനിതാ ശിശുവികസന വകുപ്പിന്റെ രജിസ്ട്രേഷനോടെ മാത്രമേ തുടങ്ങാവൂ എന്നും ഫീസ് ഘടന ഏകീകരിക്കണമെന്നും ആവശ്യപ്പെട്ടു ചന്ദ്രദാസ് വനിതാ ശിശു വികസന ഡയറക്ടർക്ക് ശുപാർശ നൽകിയിരുന്നു. അപ്പം ഒരുപാട് പ്രശ്നങ്ങളുണ്ടായില്ലേ കുട്ടികളുടെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ഈ ചന്ദ്രദാസ് എന്ന് പറഞ്ഞ അദ്ദേഹം ഇങ്ങനെ ഒരു ശുപാർശ നൽകിയിരിക്കുന്നത്. അപ്പോൾ എല്ലാം നല്ല കാര്യത്തിനാവട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം അല്ലേ. അടുത്തത് നമ്മുടെ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട ഒരു യോഗം ചേർന്നതിൻ്റെ വാർത്തയാണ്. പാലക്കാട് ജില്ലയിൽ നിന്നുള്ള വാർത്തയാണ്. നമുക്കതൊന്ന് നോക്കാം. വ്യാപാര സ്ഥാപനങ്ങളിൽ ഏകീകൃത വില പാലിക്കണം, കളക്ടർ റിപ്പോർട്ട് ചെയ്തു. പൊതുവിപണി വില നിയന്ത്രണ യോഗം ചേർന്നു. വില വിവര പട്ടിക പ്രദർശിപ്പിക്കണം. പാലക്കാട് വ്യാപാര സ്ഥാപനങ്ങൾ ഏകീകൃത വില പാലിക്കാനും വില വിവര പട്ടിക കൃത്യമായി പ്രദർശിപ്പിക്കാനും കളക്ടർ ഡോക്ടർ ചിത്ര നിർദ്ദേശം നൽകി. ഓണക്കാലത്തോടനുബന്ധിച്ച് അനധികൃത വിലക്കയറ്റം തടയാൻ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് നിർദ്ദേശം. ജില്ലയിലെ പൊതുവിപണിയിൽ പ്രശ്നങ്ങൾ കുറവാണെന്ന് കളക്ടർ വിലയിരുത്തി. ഭക്ഷ്യസുരക്ഷ, സിവിൽ സപ്ലൈസ്, ലീഗൽ മെട്രോളജി, പോലീസ് തുടങ്ങിയ വകുപ്പുകളുടെ നേതൃത്വത്തിൽ താലൂക്ക് തല സ്ക്വാഡുകൾ ജില്ലയിൽ പരിശോധന നടത്തുന്നുണ്ട്. വെളിച്ചെണ്ണ, കടലപ്പരിപ്പ്, തുവരപ്പരിപ്പ്, പഞ്ചസാര, കുറുവ അരി എന്നീ ഇനങ്ങളുടെ അനധികൃത വിലക്കയറ്റം ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഉപസമിതി നിരീക്ഷിച്ചു വരുന്നുണ്ട്. ഇവയുടെ അനധികൃത വിലക്കയറ്റം ജില്ലയിൽ ഒഴിവാക്കണം. സ്ഥാപനങ്ങളിൽ മാലിന്യ സംസ്കരണം കൃത്യമായി നടപ്പാക്കണം. അജൈവ മാലിന്യം വേർതിരിച്ച് ഹരിതകർമ്മസേനയ്ക്ക് കൈമാറണം തുടങ്ങിയ നിർദ്ദേശങ്ങളൊക്കെയാണ് കളക്ടർ നൽകിയിരിക്കുന്നത്. അതുപോലെ വ്യാപാര സ്ഥാപനങ്ങളുടെ ലൈസൻസ്, ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അനുശാസിക്കുന്ന രേഖകൾ തുടങ്ങിയവ പരിശോധനാ വേളയിൽ ഉടമകൾ ഹാജരാക്കണമെന്ന് ജില്ലാ സപ്ലൈ ഓഫീസർ AS ബീന യോഗത്തിൽ പറഞ്ഞു. ജില്ലയിലെ ചെക്ക് പോസ്റ്റുകളിൽ 24 മണിക്കൂറും പരിശോധന ആരംഭിച്ചതായും വെളിച്ചെണ്ണ, പാൽ എന്നിവയുടെ ഗുണനിലവാര പരിശോധനയ്ക്കായി സഞ്ചരിക്കുന്ന മൊബൈൽ ലാബുകൾ സജ്ജീകരിച്ചതായും അധികൃതർ അറിയിച്ചു. യോഗത്തിൽ പഴം, പച്ചക്കറി പ്രതിനിധികൾ, വ്യാപാരി വ്യവസായ ഏകോപന സംഘടനാ പ്രതിനിധികൾ, താലൂക്ക് തല സപ്ലൈ ഓഫീസർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. അപ്പോൾ ഓണക്കാലം എന്ന് പറഞ്ഞാൽ ചൂഷണത്തിൻ്റെ കാലം കൂടിയാണ് അല്ലേ. കാരണം എല്ലാവരും പഴവും പച്ചക്കറിയും പാലും എല്ലാം വാങ്ങുന്നത് കൊണ്ട് തന്നെ എല്ലാത്തിനും അനധികൃതമായ വിലക്കയറ്റം വരാറുണ്ട് അല്ലേ. അപ്പോൾ എല്ലാ വർഷവും ഇതുപോലെ ഈ സമയത്ത് പോലീസും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും സഹകരിച്ച് നിന്ന് അനധികൃതമായ വിലക്കയറ്റം ഉണ്ടോ, അതുപോലെ മോശപ്പെട്ട സാധനങ്ങൾ കൊടുക്കുന്നുണ്ടോ, അതുപോലെ പൂഴ്ത്തിവയ്പ്പുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കാറുണ്ട് അല്ലേ. അതുപോലെ തന്നെ ഈ വർഷവും അത് നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള യോഗം ചേരലും നടപടികൾ എടുക്കലും ഒക്കെയാണ് നടന്നിരിക്കുന്നത്. ഓക്കെ, അടുത്തത് ഓണവുമായി ബന്ധപ്പെട്ട വാർത്തകൾ തന്നെയാണ്. കാരണം ഓണക്കാലത്ത് ഒരുപാട് പേര് നമ്മുടെ സ്വന്തം നാട്ടിലേക്ക് വരുമല്ലേ. അപ്പോൾ അവർക്ക് ട്രെയിൻ സർവീസ് അല്ലെങ്കിൽ വേണ്ട രീതിയിൽ ഇല്ല എന്നുള്ളതിനുള്ള പരാതികളാണ് ഒരുപാടുള്ളത്. അപ്പം മുംബൈ, ഹൈദരാബാദ്, ഡൽഹി ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ നിന്ന് ഓണത്തിന് സ്പെഷ്യൽ ട്രെയിൻ ഇല്ല എന്നുള്ള വാർത്തയാണ് ആദ്യം വരുന്നത്. അതിന് അങ്ങനെയുള്ള ആവശ്യപ്പെട്ടുകൊണ്ട് കേരളം ആവശ്യപ്പെട്ടിട്ടും റെയിൽവേ മുഖം തിരിച്ചു എന്നാണ് പറയുന്നത് കേട്ടോ. അതുകൂടാതെ എറണാകുളം, ബംഗളൂരു വന്ദേ ഭാരതിന് പകരം AC എക്സ്പ്രസ് മിക്ക ദിവസവും സമയം പാലിക്കുന്നില്ല എന്നാണ് പറയുന്നത്.
പറയുന്നത്. അതുപോലെ ബംഗളൂരിലേക്ക് സാധാരണ ദിവസങ്ങളിൽ ഉള്ളതിനേക്കാൾ തിരക്കുള്ള ദിവസങ്ങളിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ട്രെയിനുകൾ തിരക്കില്ലാത്ത ദിവസങ്ങളിലേക്ക് പോകുന്നുണ്ട്. എന്നാൽ തിരക്കുള്ള ദിവസങ്ങളിലേക്ക് അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൂടുതൽ ട്രെയിനുകൾ തന്നിട്ടും ഇല്ല എന്നുള്ള വാർത്തയാണ് വരുന്നത് കേട്ടോ. അതായത് ഓണത്തിന് കൂടുതൽ സ്പെഷ്യൽ ട്രെയിനുകൾ ഇല്ല എന്നുള്ള ഒരു ഹെഡിങ്ങിലാണ് ഇത് വന്നിരിക്കുന്നത്. അടുത്തത് ഓണത്തിരക്ക്. ബംഗളൂരു റൂട്ടിൽ ഒരു സ്പെഷ്യൽ ട്രെയിൻ കൂടി അനുവദിച്ചു എന്നുള്ളതാണ്. ഓണത്തിന് നാട്ടിലേക്ക് പോകുന്നവർക്കായി 13-ന് ഹുബ്ബള്ളിയിൽ നിന്ന് കൊച്ചുവേളിയിലേക്ക് ബംഗളൂരു വഴി സ്പെഷ്യൽ ട്രെയിൻ സർവീസ് ഏർപ്പെടുത്തി. കൊച്ചുവേളിയിൽ നിന്ന് 14-നാണ് മടക്ക സർവീസ്. ടിക്കറ്റ് റിസർവേഷൻ ആരംഭിച്ചിട്ടുണ്ട്. ഹുബ്ബള്ളി കൊച്ചുവേളി സ്പെഷ്യൽ രാവിലെ 6:55-ന് ഹുബ്ബള്ളിയിൽ നിന്ന് പുറപ്പെട്ട് 14-ന് രാവിലെ 6:45-ന് കൊച്ചുവേളിയിൽ എത്തുന്ന രീതിയിലാണ് ഈ എക്സ്പ്രസ് ട്രെയിൻ ഏർപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വാർത്തയുണ്ട്. അധിക സർവീസ് യാത്രക്കാരെ നിരാശരാക്കി റെയിൽവേ. അത് തന്നെയാണ് നമ്മൾ നേരത്തെയും പറഞ്ഞത്. ചെന്നൈ, മുംബൈ, ഡൽഹി എന്നിവിടങ്ങളിൽ നിന്ന് ഒരു സ്പെഷ്യൽ സർവീസ് പോലും ഇല്ല. കേരളത്തിലേക്ക് വരാൻ സ്പെഷ്യൽ സർവീസ് തീരെ ഇല്ലെന്നാണ് പറയുന്നത്. ഈ സമയം എന്തായാലും നമ്മളെല്ലാവരും വരുന്ന സമയമല്ലേ, ബന്ധുക്കളെല്ലാം വരുന്ന സമയമല്ലേ, എന്നിട്ടും ഇങ്ങനെ ഒരു മുഖംതിരിപ്പാണ് ഉള്ളത്. അതുപോലെ പാലക്കാട് അതേ വാർത്ത തന്നെയാണ് കേട്ടോ. ട്രെയിനുകളിൽ കാല് കുത്താൻ ഇടമില്ല, അത്രയ്ക്കും തിരക്ക്. എന്നിട്ടും അധിക സർവീസ് ഏർപ്പെടുത്താതെ റെയിൽവേ. ഓണത്തിന് തൊട്ടടുത്ത ദിവസങ്ങളെങ്കിലും സ്പെഷ്യൽ സർവീസുകൾ പ്രതീക്ഷിച്ച യാത്രക്കാർക്ക് റെയിൽവേ സമ്മാനിച്ചത് നിരാശ മാത്രം. അതാണ് അതുമായി ബന്ധപ്പെട്ട വാർത്ത. അതുപോലെ ഓണത്തിൽ സ്പെഷ്യൽ ട്രെയിൻ സർവീസുകൾ ഇങ്ങനെയെന്നുള്ളത് രീതിയിൽ ഒരു കോളം കൊടുത്തിട്ടുണ്ട്. അതിൽ എപ്പോഴൊക്കെയാണ് സ്പെഷ്യൽ ട്രെയിൻ എന്നുള്ള കാര്യങ്ങളുണ്ട്. ഞാൻ ഇതിൻ്റെ എല്ലാം ക്ലിപ്പിംഗ്സ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ഡീറ്റെയിൽ ആയി വായിച്ച് മനസ്സിലാക്കാം. ആരെങ്കിലും നിങ്ങളുടെ റിലേറ്റീവ്സൊക്കെ വരുന്നവരുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വരാൻ വേണ്ടി പറയാം കേട്ടോ. അപ്പോൾ റെയിൽവേ കൈവിട്ടാലും നമ്മുടെ കേരളം കൈവിടില്ല അല്ലേ. അപ്പോൾ കേരളത്തിൽ നിന്ന് KSRTC സ്പെഷ്യൽ സർവീസ് നാളെ മുതൽ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് പറയാൻ പോകുന്നത്. 12, 13, 14 തീയതികളിൽ ബംഗളൂരുവിൽ നിന്ന് പാലക്കാട് ഡിപ്പോയിലേക്ക് രാവിലെ 7-നും രാത്രി 10-നും സ്പെഷ്യൽ സർവീസ് ഉണ്ടാവും കേട്ടോ KSRTCയുടെ വക. അതുപോലെ ബംഗളൂരിലേക്ക് രാവിലെ 7-നും 9-നും ഇവിടെ നിന്ന് സർവീസുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസാണ് ഇവിടെ പറയുന്നത്. ഓരോന്നും എങ്ങനെ ബുക്ക് ചെയ്യണം, അതുപോലെ സമയം എങ്ങനെയാണ്, ഡേറ്റ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. ഞാൻ ഇതിൻ്റെ ക്ലിപ്പിംഗ്സ് ഇതിൽ കൊടുത്തേക്കാം. നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ഡീറ്റെയിൽ ആയി വായിച്ച് മനസ്സിലാക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വാർത്താ അപ്ഡേറ്റ്സ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് തോന്നുന്നുവെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങളെ കമൻറ്റായി അറിയിക്കുക. നിങ്ങളുടെ വേണ്ടപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക. മറ്റൊരു അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം. യാത്രാ സ്നേഹി സൈനിങ് ഔട്ട്. ബൈ.